പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യഭഗവാനും ജ്ഞാനത്തിൻ്റെ പ്രതീകമായ ഗുരുനാഥന്മാർക്കും പ്രണാമം. ജ്യോതിഷശാസ്ത്രത്തെ സ്നേഹിക്കുന്ന, അതിനെ ആധികാരികമായി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു പ്രപഞ്ചമുണ്ടല്ലോ, കേവലം മണ്ണും വിണ്ണും മാത്രമല്ല എന്നത് ആദ്യം നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് കൃത്യമായ ഊർജ്ജ കണക്കുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന വലിയൊരു പ്രതിഭാസമാണ് നമ്മൾ സാധാരണ മനുഷ്യരായ ആളുകൾ അധിവസിക്കുന്ന ഈ പ്രപഞ്ചം. അപ്പോൾ ആകാശത്തിലെ ഗ്രഹങ്ങളുടെ ചലനങ്ങളും നക്ഷത്രങ്ങളുടെ സ്പന്ദനങ്ങളും നമ്മുടെ നിത്യജീവിതത്തെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുന്നത് എന്ന് ശാസ്ത്രീയമായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നത് ജ്യോതിഷം വഴിയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് വളരെ സവിശേഷതകൾ നിറഞ്ഞ ഒരു ദിവസത്തെക്കുറിച്ചാണ്. അപ്പോൾ 2026 ആഗസ്റ്റ് മാസം 2-ാം തീയതി, കൊല്ലവർഷം 1201 ആണ്ട്, കർക്കിടക മാസം 17, അതായത് നാളത്തെ ദിവസം, നാളെ ഞായറാഴ്ചയാണ് വരുന്നത്. കേരളീയ ശുദ്ധ പഞ്ചാംഗ ഗണന പ്രകാരവും പാരമ്പര്യ ജ്യോതിഷ ഗ്രന്ഥങ്ങളായ വരാഹമിഹിരൻ്റെ ബൃഹത് ജാതകം, പരശേര മഹർഷിയുടെ ഹോരശാസ്ത്രം എന്നിവയിൽ തത്വങ്ങളെ മുൻനിർത്തിയാണ് ഇന്നത്തെ ഈ ഒരു വിശകലനം നടക്കാനായി പോകുന്നത്. അപ്പോൾ നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണ്? ഓരോ ദിവസത്തിനും നമ്മൾ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ കാര്യങ്ങൾ പ്രപഞ്ചം നമുക്കായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആകാശത്ത് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു, അതെങ്ങനെയൊക്കെ നമ്മൾക്ക് ഗുണം വന്നു ചേരും എന്നതും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നിങ്ങളൊന്ന് പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക. നാളത്തെ ദിവസം വിജയകരമാക്കി മാറ്റാൻ എന്തൊക്കെ നമ്മളാൽ ചെയ്യാൻ സാധിക്കും എന്നത് കൃത്യമായി ഇതിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും. നമുക്കറിയാം, ഒരു ദിവസത്തിൻ്റെ ഗുണദോഷങ്ങൾ നിശ്ചയിക്കുന്നത് പഞ്ചാംഗമാണ്. അതായത് തിഥി, വാരം, അതേപോലെ അന്നത്തെ ദിവസത്തെ നക്ഷത്രം, പിന്നെ അന്ന് ദിവസം സംഭവിക്കുന്ന യോഗം, കരണം എന്നീ 5 ഘടകങ്ങൾ ചേരുന്നതാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസത്തിലെ ഈ 5 ഘടകങ്ങൾ എങ്ങനെയാണെന്നത് നമുക്ക് ആദ്യം തന്നെ അതിലൂടെ സഞ്ചാരം തുടങ്ങാം. നാളെ സൂര്യോദയ സമയം മുതൽ ആകാശത്ത് ഉദിച്ചു നിൽക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. 27 നക്ഷത്രങ്ങളിൽ 25ാമത്തെ നക്ഷത്രമായിട്ട് വരും. അപ്പോൾ വ്യാഴം അധിപനായിട്ട് വരുന്നൊരു നക്ഷത്രമാണ് പൂരുരുട്ടാതി. അപ്പോൾ നാളെ രാത്രി ഒരു ഏകദേശം 9:37 വരെ ആകാശത്ത് ഈ പറഞ്ഞ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ പ്രഭാവമായിരിക്കും. അപ്പോൾ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആ ഒരു പ്രഭാവ വലയത്തിലായിരിക്കും നമ്മൾ. അതിനുശേഷം നക്ഷത്രമാറ്റം സംഭവിക്കുന്നുണ്ട്, ഉത്രട്ടാതി നക്ഷത്രമായിരിക്കും. അപ്പോൾ നാളെ കൃഷ്ണപക്ഷ ചതുർത്ഥി തിഥിയാണ് വരുന്നത്. ചന്ദ്രൻ്റെ കറുത്ത പക്ഷത്തിലെ 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ തിഥി നാളെ രാത്രി ഒരു 11 മണി മുതൽ 11:15 വരെ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ടൊന്നും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളില്ല. എങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ പോയിന്റുകൾ മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്കും അത് കൂടുതൽ കരസ്ഥമാക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം പഞ്ചമി തിഥിയുടെ ആരംഭമാകുന്നുണ്ട്. ഇപ്പോൾ ജ്യോതിഷത്തിൽ ചതുർത്ഥി എന്നത് വിഘ്നേശ്വര ഭജനത്തിന്, അതായത് നമ്മുടെ സാക്ഷാൽ ഭഗവാൻ ഗണപതിയെ ഭജിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ ഒരു തിഥി കൂടിയാണ്. ഇനി നാളെ ഞായറാഴ്ചയാണ്, ആദിത്യവാരമാണ്. പ്രപഞ്ചത്തിൻ്റെ ആത്മാവായ ഭഗവാൻ സൂര്യൻ്റെ ദിവസം കൂടിയാണ് ഞായറാഴ്ചയായ നാളെ. ഇനി നാളെ രാത്രി 10:28 വരെ അതികണ്ഠ യോഗമാണ്. അപ്പോൾ അതിനുശേഷം സുകർമ്മ യോഗം ആരംഭിക്കുന്നുണ്ട്. അതികണ്ഠ യോഗത്തിൻ്റെ ആദ്യ പകുതിയിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്പം ജാഗ്രത കൂടുതലായിട്ട് നമ്മൾ പുലർത്തണം എന്നൊക്കെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് പൊതുവെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ നാളെ രാത്രി 11:15 വരെ ബാലവകരണവും അതിനുശേഷം കൗലവകരണവുമാണ് ആരംഭമാകുന്നത്. അപ്പോൾ ഈ ഒരു പഞ്ചാംഗ ഘടനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേക ആത്മീയ ഊർജ്ജം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വ്യാഴത്തിൻ്റെ അതായത് സൂര്യൻ്റെ വാരമാണ്, വ്യാഴത്തിൻ്റെ നക്ഷത്രമാണ് നാളെ. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചിങ്ങനെ ഒരു വരുന്ന ദിവസം നമുക്ക് ഭൗതിക കാര്യങ്ങളെക്കാൾ ആത്മീയമായ കാര്യങ്ങൾക്കും ആസൂത്രണങ്ങൾക്കും ഏറെ അനുകൂലമാണ്. അതായത് പൂരുരുട്ടാതി എന്ന നക്ഷത്രം ആത്മീയ തലത്തിൽ ഏറ്റവും ഉയർച്ചയുള്ള നക്ഷത്രമാണ്. ആ നക്ഷത്രക്കാരായ ആളുകൾക്ക് പ്രാർത്ഥനയോടായാലും ആത്മീയതയോടൊക്കെ വളരെയധികം കമ്പമുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കേൾക്കുന്ന, അതായത് ഞാൻ ഈ പറയുന്ന വീഡിയോ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും പൂരുരുട്ടാതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങൾക്കും ആത്മീയതയോട് വളരെയധികം താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ സ്വയമേവ നമുക്ക് പലതും പറയാൻ സാധിക്കുന്ന ഒരു പ്രഭാഷണം പോലെയൊക്കെ. അപ്പോൾ അത് ഉള്ളിൻ്റെ ഉള്ളിൽ ജന്മാന്തരങ്ങളായി നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ചില സിദ്ധികളുണ്ട്. അങ്ങനെ ഒരു സിദ്ധി ലഭിച്ച്, അല്ലെങ്കിൽ ആ സിദ്ധിയിൽ ഭൂമിയിൽ പൂജാതരായ നക്ഷത്രക്കാർ കൂടിയാണ് പൂരുരുട്ടാതി എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ ദിവസം പൂരുരുട്ടാതി നക്ഷത്രമാകിയാൽ തന്നെ ഭൂമിയിലും ഒരു ആത്മീയ പ്രഭാവം ഉണ്ടായിരിക്കും.
ഇനി നമ്മൾ വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രപഞ്ച മാറ്റത്തിലേക്കാണ്. അടുത്തതായിട്ട് നാളത്തെ ദിവസം ജ്യോതിഷ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു വലിയ ഗ്രഹമാറ്റത്തിലൂടെ ആയിരിക്കും. അതായത് നവഗ്രഹങ്ങളിൽ അഗ്രഗണ്യനും ഊർജത്തിൻ്റെയും അതേപോലെ നമ്മൾ മനുഷ്യന് ധൈര്യമൊക്കെ നൽകുന്നതിൻ്റെയും പ്രതീകമായിട്ട് അങ്കാരകൻ അഥവാ ചൊവ്വയാണ്. അപ്പോൾ നാളെ രാത്രി ഒരു കൃത്യം 10:59 ഇടവം രാശിയിലെ തൻ്റെ സഞ്ചാരം അവസാനിപ്പിച്ച് മിഥുനം രാശിയിലേക്ക് ചൊവ്വ സംക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജ്യോതിഷ ഗ്രന്ഥമായ ഫലദീപികയിൽ ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ചൊവ്വ ഒരു രാശിയിൽ നിന്ന് മാറുമ്പോൾ പ്രപഞ്ചത്തിലെ തരംഗങ്ങളിലാണ് വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് ചൊവ്വയുടെ പ്രവേശനം. അപ്പോൾ ഇതിനോടൊപ്പം മറ്റൊരു മാറ്റം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. തൊട്ട് മുമ്പത്തെ ദിവസം, അതായത് നമ്മൾ ഓരോ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പത്തെ ദിവസം പ്രഭാവം കൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. നാളെ 2-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് 1-ാം തീയതിയായ ഇന്ന് ഭോഗകാരകനായ ശുക്രൻ കന്നി രാശിയിലേക്ക് കൂടി പ്രവേശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ രാത്രി സംഭവിക്കുന്ന ചൊവ്വയുടെ മിഥുനത്തിലേക്കുള്ള വരവ് പ്രപഞ്ചത്തിൽ ചില മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അതായത് മിഥുനം എന്നത് ബുധൻ്റെ രാശിയാണ്. ബുധൻ ബുദ്ധിയുടെയും ചൊവ്വ വീര്യത്തിൻ്റെയും കാരകത്വം വഹിക്കുന്ന അല്ലെങ്കിൽ പ്രതീകമായ ഗ്രഹങ്ങളാണ്. അപ്പോൾ ബുദ്ധിയും വീര്യവും ഒന്നിക്കുന്നതായ ഒരു അപൂർവ ഊർജം തന്നെയാണ് നാളെ രാത്രി മുതൽ നമ്മൾ അധിവസിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നിറയാൻ പോകുന്നത്. അപ്പോൾ നിലവിൽ സൂര്യനും വ്യാഴവും കർക്കിടകത്തിലും ബുധൻ മിഥുനത്തിലും ശനി മീനത്തിൽ വക്രഗതിയിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലുമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രഹസ്ഥിതിയിൽ ചൊവ്വ കൂടി മാറുമ്പോൾ അത് ഭൂമിയിലെ സകല ചരാചരങ്ങളെയും വലിയ തോതിലുള്ള ഒരു സ്വാധീനം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായും 12 രാശികളുണ്ടെങ്കിലും 4 രാശിക്കാർക്കായിരിക്കും ഇത് സുവർണ്ണ കാലഘട്ടത്തിൻ്റെ തുടക്കമെന്ന് നമുക്ക് വിശേഷിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നാളത്തെ ഈ വലിയ ഗ്രഹമാറ്റവും അതോടൊപ്പം നാളെ പൂരുരുട്ടാ നക്ഷത്രമാണ് വരുന്നത്. പൂരുരുട്ടാ നക്ഷത്രത്തിൻ്റെ സ്വാധീനവും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യാൻ പോകുന്ന ഭാഗ്യ 4 രാശിക്കാർ ആരൊക്കെയാണ്? അതിൽ ആദ്യത്തെ രാശിയാണ് മേടം രാശി. അപ്പോൾ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാർക്ക് മേടൻ രാശിയുടെ അധിപനായിട്ട് വരുന്ന ചൊവ്വയാണ്. അപ്പോൾ നിങ്ങളുടെ അധിപൻ നാളെ നിങ്ങളുടെ 3-ാം ഭാവത്തിലേക്കാണ് ചൊവ്വ മാറ്റം നടത്തുന്നത്. അപ്പോൾ 3-ാം ഭാവത്തിലെ ചൊവ്വ ധൈര്യം, അതേപോലെ വിക്രം, അതായത് നമുക്ക് വളരെയധികം ധൈര്യത്തോടു കൂടി കാര്യങ്ങളെ ധൈര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഏത് കാര്യം വരുമ്പോഴും ഭയപ്പെട്ട് നിൽക്കാതെ ധൈര്യസമേത ഊർജ്ജത്തോടു കൂടി മുന്നിട്ട് നിൽക്കാനുള്ള അനുഗ്രഹമാണ് നാളെ ചൊവ്വ നൽകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിൽ കാലാകാലങ്ങളായി ചില കാര്യങ്ങളും ഉണ്ടായിരുന്നൊരു ഭയമുണ്ടല്ലോ, ആ ഭയം നാളെ മാറുന്നതായ ഒരു ദിവസമാണ്. ഭയവും ആശങ്കകളും നാളത്തെ ദിവസം തീരെ നിങ്ങളെ തൊട്ടു തീണ്ടുകയില്ല എന്ന് മനസ്സിലാക്കുക. തൊഴിൽ രംഗത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ വിജയകരമാവുകയും സഹോദരങ്ങളിൽ നിന്ന് ചില അപ്രതീക്ഷിതമായ സഹായം ലഭിക്കുവാനുള്ളൊരു സാധ്യത. ധനമെന്ന് മാത്രമല്ല സഹായം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാക്കുകൾ കൊണ്ടുള്ള സഹായം, ഒരു സന്തോഷം നൽകുക, അല്ലെങ്കിൽ വാക്കുകൊണ്ടുള്ള ഒരു കരുതൽ നൽകുക, ഇതൊക്കെ സഹായം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാവുന്നതാണ്. പുതിയ ചില കോൺട്രാക്റ്റുകളിലൊക്കെ ഒപ്പുവയ്ക്കാനുള്ള അനുകൂല ഭാഗ്യ സമയം കൂടിയാണ് നാളത്തെ ദിവസം. ഇനി അടുത്തത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചൊവ്വ നിങ്ങളുടെ സ്വന്തം രാശി, അതായത് 1-ാം ഭാവത്തിലാണ്. അപ്പോൾ നിങ്ങളുടെ രാശിയാധിപനായ ബുധൻ ഇതിനോടകം അവിടെ തന്നെ നിലനിൽക്കുന്നതിനാൽ ബുധനും ചൊവ്വയും ഒന്നിക്കുന്നതോടെ ചിന്തകൾക്കൊരു വേഗത കൂടുമെന്ന് വേണം പറയാൻ. അപ്പോൾ ഏത് കാര്യവും കൃത്യതയോടുകൂടി കുറുക്കിക്കൊള്ളുന്ന രീതിയിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ബിസിനസ്സിൽ വലിയ തന്ത്രങ്ങളൊക്കെ മെനയാൻ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ടാകുന്നതാണ്. നേതൃത്വ പദവികളൊക്കെ തേടി വരാനും തലച്ചോറിൽ വലിയൊരു ഊർജ്ജം വരുന്നതിനാൽ പെട്ടെന്ന് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത് എന്നത് കൂടി മനസ്സിലാക്കുക. അപ്പോൾ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഏതെങ്കിലും കാര്യം കാണുമ്പോൾ സഡൻ ആക്ഷൻ വേണമെന്നൊരു തോന്നൽ ചിലപ്പോൾ വന്നേക്കാം. അതായത് എവിടെയെങ്കിലും ഒരു അനീതി കാണുമ്പോൾ എടുത്തടിച്ച് അതിനെ സമർത്ഥിച്ച് ശരിയും തെറ്റും വേർതിരിച്ച് കൊടുക്കണം എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാകും. ചൊവ്വയാണല്ലോ. അപ്പോൾ ആ ഒരു തോന്നലിന് എടുത്തു ചാടരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഒരു വീര്യം അല്ലെങ്കിൽ തലച്ചോറിലേക്ക് ഒരു ഊർജ്ജ പ്രവാഹം അതിപ്രസരമായി വന്നു ചേരാൻ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു ദിവസമാണ്. അപ്പോൾ അല്പം ലൈറ്റായിട്ട് കുട്ടികളോടായാലും മുതിർന്നവരോടായാലും അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവരോടായാലും പെരുമാറാനൊന്ന് ശ്രമിക്കുന്നത് നാളത്തെ ദിവസം നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ വേഗത്തിൽ പറഞ്ഞു പോകുന്നത് ദൈർഘ്യം ഒരുപാട് വരുന്നുണ്ടോ എന്ന് പലരും പറയാറുണ്ട്, അതുകൊണ്ട് വേഗത്തിൽ പറയുകയാണ്, അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർക്ക് ചൊവ്വ നാളെ മുതൽ 11-ാം ഭാവത്തിലാണ് വരുന്നത്. അപ്പോൾ ജ്യോതിഷത്തിൽ ഈ 11-ാം ഭാവം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അവസ്ഥാനമാണ്. അപ്പോൾ സർവ്വഗ്രഹങ്ങളും 11-ൽ ശുഭഫലങ്ങൾ തരും എന്ന്. പ്രത്യേകിച്ച് ചൊവ്വ അവിടെ വരുമ്പോൾ വരുമാനത്തിലായിരിക്കും. നമ്മൾ ഏത് മേഖലയിലൂടെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് ആ മേഖലയിൽ അല്ലെങ്കിൽ തടസ്സപ്പെട്ടിരുന്നതാണ്
ആണെങ്കിൽ അത് ആ ധനപരമായ സ്രോതസ്സുകൾ നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും. വിദേശയാത്രയ്ക്കുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ വിദേശ ധനം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യ തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സം മാറി വിദേശ യോഗമുണ്ടാകും. വാർത്തകൾ ശ്രമിക്കാൻ ഭാഗ്യമുണ്ടാകും. സുഹൃത്തുക്കളുടെ ഒരു പിന്തുണ വന്നു ചേരും. പല രീതിയിലും നമ്മളെ പിന്തുണയ്ക്കാൻ ആളുകൾ ചുറ്റിനും ഉണ്ടാകും. കടബാധ്യതകൾക്കൊക്കെ തീർക്കാനുള്ള വഴി തെളിയും. കടങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ തീർക്കാനുള്ള വഴി തെളിയുക എന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നാളത്തെ ദിവസം ഒരുപാട് ധനം കയ്യിലേക്ക് വന്നു ചേരും എന്നതല്ല, ചില വഴികൾ തെളിയും. ഒരു പ്രത്യാശയുടെ കൈത്തിരി നാളം തെളിയുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് നാളത്തെ ദിവസം സംഭവിക്കാൻ പോകുന്നത്. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ചൊവ്വ 7ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതെ നാളെ ആകാശത്ത് നിലനിൽക്കുന്നതിനാൽ തന്നെ വ്യാഴം അധിപനായ ഈ ധനുരാശിക്കാർക്ക് നാളെ ഇരട്ടി ഭാഗ്യവും നേട്ടവുമായിരിക്കും. പങ്കാളിത്ത ബിസിനസ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് പുരോഗതി ഉണ്ടാകുവാനും, അതേപോലെ വിവാഹ കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അനുകൂലമായ തീരുമാനം, വിവാഹവുമായി ബന്ധപ്പെട്ട അതായത് നല്ല വാർത്തകൾ കേൾക്കാൻ കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ ഒരാൾ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയി അതിൽ നിന്ന് തിരിച്ചൊരു ശുഭകരമായ വാർത്ത ഇതുവരെ കേട്ടില്ല, അപ്പോൾ അത് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നാളത്തെ ദിവസം ചില അനുകൂല തീരുമാനങ്ങളൊക്കെ കേൾക്കാൻ അല്ലെങ്കിൽ ചെയ്തു തീർക്കാനൊക്കെ സാധിക്കുകയും സമൂഹത്തിൽ പദവി ഉയരുന്നതായ ഒരു ദിവസം കൂടിയായിരിക്കും നാളത്തേത്. അപ്പോൾ ഇനി നമുക്ക് ഈ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ നാളത്തെ ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതും വളരെയധികം പ്രാധാന്യത്തോടെ നമ്മൾ അറിയേണ്ടതാണ്. ഇവിടെ ഗുണകരമായ ഫലങ്ങൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫലത്തെ പൂർണ്ണമായി നമ്മളിലേക്ക് എത്തിക്കുക എന്നൊരു കടമ കൂടി നമുക്കുണ്ട്. ആ ഒരു കടമ്പയുണ്ട് എന്നാണ്, കടമയെന്നല്ല പറയേണ്ടത്, കടമ്പ. ആ കടമ്പ മറികടന്നാലേ ഈ ഗ്രഹങ്ങളുടെ ആനുകൂല്യം പൂർണ്ണമായി നമ്മൾക്ക് അനുഭവയോഗ്യമായി മാറുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നാളെ ഞായറാഴ്ച ദിവസമാണ്. സൂര്യോദയ സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യഭഗവാനെ വണങ്ങാനായിട്ട് മറക്കാതിരിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും എന്ത് നെഗറ്റീവ് ഊർജ്ജങ്ങൾ ബാധിച്ചിട്ടുണ്ടോ, തലേന്ന് രാത്രി നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ നെഗറ്റീവ് പേടി, ഭയം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് പുറത്ത് കടക്കാനും പോസിറ്റിവിറ്റി നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കാനും അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്തെടുക്കാനും ഭഗവാൻ സൂര്യനെ വന്ദിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങുന്നത് വഴി സാധ്യമാകുന്നതാണ്. ഇനി പൂരുരുട്ടായ നക്ഷത്രനാഥൻ വ്യാഴമായതിനാൽ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത്, അതേപോലെ ഞായറാഴ്ചയാണ്. അപ്പോൾ നാളെ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതൊക്കെ വളരെയധികം ഉത്തമമായ അല്ലെങ്കിൽ ഉത്തമ ഫലങ്ങൾ നൽകുന്ന കാര്യമാണ്. അപ്പോൾ ഇനി ബുധനും വ്യാഴവും അനുകൂലമായി നിൽക്കുന്നതിനാൽ പുതിയ വീട് വെക്കാനോ അതല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും കോഴ്സിലേക്ക് അല്ലെങ്കിൽ പഠിത്തത്തിലേക്ക് ചേരാനോ ബിസിനസ് തുടങ്ങാനോ ഉള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കാൻ സാധിക്കുന്നതായ ഒരു ദിവസവും അല്ലെങ്കിൽ അതിനുള്ള ഭാഗ്യ സമയങ്ങളുടെ തുടക്കവുമാണ്. നാളെ പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ പക്ഷി മൃഗാദികൾക്കോ ഉറുമ്പിനോ അങ്ങനെയുള്ള ജീവജാലങ്ങൾക്ക് ആർക്കായാലും അന്നം ദാനമായിട്ട് കൊടുക്കുന്ന ഉത്തമമാണ്. ഒന്നും പറ്റുന്നില്ലെങ്കിൽ കുറച്ച് പഞ്ചസാര എടുത്ത് അല്പം ഉറുമ്പുകൾ എവിടെയെങ്കിലും കട്ടളെടുത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് പഞ്ചസാരയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും അധികം ഒരു പുണ്യപ്രവൃത്തിയായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇനി ചൊവ്വ രാശിമാർന്ന ദിവസമായതിനാൽ അന്തരീക്ഷത്തിലെ അഗ്നിതത്വം കൂടുതലായിരിക്കുമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ കാര്യം പറയും, ഇന്ന് വരെ നമുക്ക് എന്തെങ്കിലും കാര്യം കേട്ടാൽ അത് പോട്ടെ, ലീവ് ഇറ്റ് എന്ന രീതിയിൽ നമ്മൾ വിട്ടാൽ നാളത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് അങ്ങനെ വിട്ട് കളയാൻ തോന്നാറില്ല. അതിന് എടുത്തടിച്ച് മറുപടി ചിലപ്പോൾ പറയാൻ തോന്നിയേക്കും. അപ്പോൾ നാളത്തെ ദിവസം ആരോടും വഴക്കിന് പോകാതിരിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. തർക്കങ്ങളിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് വാഹനമൊക്കെ ഓടിക്കുമ്പോഴും ഏത് കാര്യത്തിനും നാളെ ക്ഷമയെ കൂട്ടുക എന്നതാണ്. അതേപോലെ തന്നെ നാളെ രാത്രി വരെ അതികണ്ഠ യോഗമുള്ളതിനാൽ അപരിചിതരായ ആളുകളുമായിട്ട് ഒരു പണമിടപാടുകളോ ഒരു തരത്തിലുള്ള ഇടപാടുകൾക്കും പോകാതിരിക്കുന്നതാണ്. കൂടാതെ ജാമ്യം നിൽക്കുന്ന പ്രവൃത്തി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നാളെ പോകാൻ പാടില്ല. അപ്പോൾ നാളെ രാത്രി ഗ്രഹമാറ്റം നടക്കുന്നതിനാൽ ശരീരത്തിന് നല്ലൊരു വിശ്രമം ആവശ്യമായ ദിവസമാണ്. ലഹരി പദാർത്ഥങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി സാത്വിക ആഹാരം കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും അധികം ഗുണകരമായിട്ട് വന്നു ചേരും. അപ്പോൾ നാളെ ഈ പ്രപഞ്ചത്തിൽ പോസിറ്റീവ് ഊർജ്ജത്തെ സ്വീകരിക്കാനായിട്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലൂടെയും നമുക്ക് സാധ്യമാകും. അപ്പോൾ അതിനായിട്ട് ഇളം മഞ്ഞ അല്ലെങ്കിൽ കുങ്കുമ നിറം, അതേപോലെ സൂര്യൻ്റെ വ്യാഴത്തിൻ്റെ ചൊവ്വയുടെ ശുഭകിരണങ്ങളെ ആകർഷിക്കാനായിട്ട് ഇളം മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് അല്ലെങ്കിൽ ഓറഞ്ച് ലൈറ്റ് നിറങ്ങൾക്ക് വളരെയധികം സാധിക്കുന്നതാണ്. ഇനി കടും നീല, കറുപ്പ് തുടങ്ങിയ നിറങ്ങൾ നാളത്തെ ദിവസം പരമാവധി ഒഴിവാക്കുക. പരമാവധി എന്ന് മാത്രമല്ല, ഒഴിവാക്കുക. ആ നിറങ്ങൾ പൂർണ്ണമായും വർജിക്കേണ്ട നിറങ്ങൾ കൂടി ആണ്. അപ്പോൾ ഈ ജ്യോതിഷം എന്നത് നമ്മളെ ഭയപ്പെടുത്തുകയല്ല എപ്പോഴും ചെയ്യും. നമുക്കൊരു മുന്നറിയിപ്പായിട്ട് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് പറയാറില്ലേ, പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കുട എടുത്തുകൊണ്ട് പോകും, ഇപ്പോൾ മഴ പെയ്യും. നമ്മൾ ചിലപ്പോൾ ആ മുന്നറിയിപ്പ് അവഗണിച്ച് പോയി മഴ നനഞ്ഞ് പനി പിടിച്ച് കയറി വരേണ്ട അവസ്ഥകൾ നമുക്ക് കുട്ടിക്കാലത്തുണ്ടായിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെയാണ് ജ്യോതിഷവും. ഒരു മുന്നറിയിപ്പ് തരികയാണ്. നമ്മൾ ചില തെറ്റായ വഴിയിലേക്ക് പോയാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം
കാരണം ഗ്രഹങ്ങൾ അങ്ങനെയുള്ള പ്രഭാവം ചെലുത്തും എന്ന ഒരു മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് മുൻകൂട്ടി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ പ്രകൃതിയുടെ മാറ്റങ്ങൾ കൃത്യമായി അറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു പരിധി വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ എല്ലാവിധ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുള്ള തുടങ്ങിയ അത്യാവശ്യ തടസ്സങ്ങൾ എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നാളത്തെ ദിവസം പൊതുവെ ഗുണകരമായ ഫലങ്ങളായിരിക്കും വന്നു ചേരുന്നത്. അപ്പോൾ നാളെ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നതായ ഒരു പരിഹാരം, രാവിലെ കുളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ഏത് പ്രാർത്ഥിച്ചാലും ഒരു 108 ഉരു പ്രാർത്ഥിക്കുന്നതായിരിക്കും ഉത്തമം. ഭഗവാൻ സൂര്യനെയാണെങ്കിൽ ഓം സൂര്യായ നമഃ, ഓം സൂര്യായ നമഃ, അതൊരു 108 ഉരു ജപിക്കുക. മഹാദേവനെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഓം നമഃ ശിവായ 108 ഉരു ജപിക്കുക. ഇനി മഹാവിഷ്ണു ഭഗവാനെയാണെങ്കിൽ ഓം നമോ നാരായണായ 108 ഉരു ജപിക്കുക. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയൊക്കെ കാൽ തൊട്ട് വന്ദിച്ചിട്ട് പുറത്തോട്ട് പോകാനായിട്ടൊക്കെ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരു സുരക്ഷാ കവചമായിട്ട്, ഒരു ഷീൽഡായിട്ട് നമുക്ക് നിൽക്കുന്നതിന് ഒരുപാട് സഹായിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും പറഞ്ഞു തരുന്നതായ കാര്യങ്ങൾ ഒരല്പമെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് പറയുന്നത്. ചില വീഡിയോകളൊക്കെ ഒരുപാട് ദൈർഘിപ്പിക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് ദീർഘിപ്പിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു എന്ന് മാത്രം. എങ്കിലും കൃത്യമായി എന്നാൽ അറിയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരാൾക്കെങ്കിലും ഇതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാകട്ടെ എന്നാണ് ആശംസിക്കുന്നത്. അപ്പോൾ മറ്റൊരു അധ്യായവുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നത് വരെ നന്ദി, നമസ്കാരം.